കൊച്ചി തൃപ്പൂണിത്തുറയിൽ അങ്കണവാടി കെട്ടിടം തകർന്നു വീണു. കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ആയ ഓടി രക്ഷപ്പെട്ടു. കുട്ടികൾ എത്തുന്നതിന് മുൻപാണ് സംഭവം. കണ്ടനാട് JBS LP സ്കൂളിന്റെ 100 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, എന്താണ് ഉണ്ടായത്? കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപ്, അതായത് കൃത്യമായിട്ട് സമയം പറയുകയാണെങ്കിൽ രാവിലെ 9:30 കൂടിയാണ് ഈ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. തൃപ്പൂണിത്തുറ കണ്ടനാട് JBS LP സ്കൂളിന്റെ കെട്ടിടത്തിലാണ് ഈ അങ്കണവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ചിതലരിച്ച ഒരവസ്ഥ ഈ മേൽക്കൂരയ്ക്ക് ഉണ്ട് എന്നത് ചൂണ്ടിക്കാട്ടി നിരന്തരം അധികൃതരോട് ഈ ഒരു കെട്ടിടം മാറ്റി പണിയണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് രക്ഷകർത്താക്കൾ അടക്കം, ഒപ്പം തന്നെ അങ്കണവാടിയുടെ ചുമതലക്കാരടക്കമുള്ളവർ ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരോട് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 9:30 കൂടി ആയ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവർ വൃത്തിയാക്കുന്നതിനിടയിൽ വലിയൊരു ശബ്ദം കേട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ സമയം കൊണ്ടാണ് മേൽക്കൂര പൂർണ്ണമായിട്ടും നിലത്തേക്ക് പതിച്ചത്. ഈ അങ്കണവാടി കെട്ടിടത്തിൽ നേരത്തെയും ഈ ഒരു മേൽക്കൂര പലപ്പോഴായിട്ട് പാളികളായിട്ട് ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായിട്ടുള്ള അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുമായിട്ട് സംസാരിച്ച് കെട്ടിടം പുനർനിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അപകടമൊന്നും ആർക്കും നിലവിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആ കുട്ടികൾ വന്നിരുന്നുവെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ. അതെന്തായാലും ദൈവഭാഗ്യം എന്നാണ് ആയ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ രക്ഷകർത്താക്കൾ അടക്കം ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അധികൃതർ ഈ ഒരു കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഒരു സമീപനം സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും ആയ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെയായിരുന്നു ഈ മേൽക്കൂര പൂർണ്ണമായിട്ടും നിലത്തേക്ക് പതിച്ചത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഈ അങ്കണവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നാളെ അവിടെ ക്രിസ്മസ് ആഘോഷം ഒക്കെ തന്നെ ഒരുക്കുന്നതാണ്. ഇതേ കെട്ടിടം 100 വർഷം പഴക്കമുള്ള കെട്ടിടം. ഇതിനൊക്കെ ഈ ഓരോ അധ്യയന കാലവും തുടങ്ങുന്നതിന് മുൻപ് ഫിറ്റ്നസ് പരിശോധന നടത്തണം. അതിൽ കൃത്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതൊക്കെ നടത്തിയെന്ന് പറയുന്നുണ്ടോ അവർ? കൃഷ്ണരാജ്, നിലവിൽ മാനദണ്ഡങ്ങളല്ല. അതായത് ഈ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിൽ തന്നെയാണ് അങ്കണവാടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് നേരത്തെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ മേൽക്കൂര പാളികളായിട്ട് ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ അങ്കണവാടിയുടെ ചുമതലക്കാരായിട്ടുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റിനോടടക്കം ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഇടപെടലോ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ചിതലരിച്ച അവസ്ഥയിൽ തന്നെയാണ് മേൽക്കൂര ഉണ്ടായിരുന്നത്. അതിന്റെ വശങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക ചിതലരിച്ച അവസ്ഥയൊക്കെ നേരത്തെ തന്നെ കാണാനും സാധിക്കും. പക്ഷേ ഒരു കാര്യമായിട്ടുള്ള ഇടപെടലോ ആ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനായിട്ടോ പഞ്ചായത്തുകാരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ അങ്കണവാടി പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫണ്ട് ഒക്കെ ലഭിക്കുന്നതാണ്. പക്ഷെ ആ ഫണ്ട് ഒന്നും തന്നെ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. മറ്റൊന്ന് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു അങ്കണവാടി, അവിടെ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടത്തിൽ ആ അങ്കണവാടി പ്രവർത്തിക്കുന്നു. അതിൽ എന്തുകൊണ്ടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ആ കെട്ടിടം അല്ലെങ്കിൽ ഒരു കറക്റ്റ് നല്ല രീതിയിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഈ കുട്ടികളെ മാറ്റി അങ്കണവാടി പ്രവർത്തിപ്പിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും കാലപ്പഴക്കം ചെന്ന ഒരു അങ്കണവാടി കെട്ടിടത്തിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം, ആ അപകടം ഉണ്ടാകുന്ന മുന്നേ ഉണ്ടായിട്ട് കൂടി അതിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്താതെ പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് പോയി. അത് തന്നെയാണ് ഈ പൂർണ്ണമായിട്ട് ഈ മേൽക്കൂര തകർന്നു വീഴാനായിട്ടുണ്ടായ കാരണം. എന്തായാലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ആയ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടികൾ എത്തുന്നതിന് മുൻപ് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. മേൽക്കൂര തകർന്നു വീണത് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ അതിൽ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കുട്ടികൾ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ അപകടമുണ്ടായി എന്നത് ആ കുഞ്ഞുങ്ങളുടെ കൊച്ചുമക്കളുടെ മഹാഭാഗ്യം. നമ്മൾ ആ റോഡിൽ പൊലിഞ്ഞ 4 ജീവനുകൾ കണ്ടതാണല്ലോ. ഈ ദുരന്തമുണ്ടാകണം. മുൻപൊരു ചെറിയ അപകടമുണ്ടായെങ്കിലോ ചുവരുകൾക്ക് വിള്ളൽ വന്നെങ്കിലോ തൂണുകൾ ചെരിഞ്ഞെങ്കിലോ ഒന്നും പ്രശ്നമല്ല. ദുരന്തമുണ്ടാകണം. അതിനുശേഷം മാത്രമാകും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആശ്വാസ പ്രവർത്തനങ്ങൾ, പുതിയ പദ്ധതികൾ, വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുക. ഇതാ കുഞ്ഞുമക്കളുടെ മഹാഭാഗ്യം. ഒരുപക്ഷെ അവർ ഓടിക്കളിക്കുന്ന ഇടമായിരിക്കും. ഇതൊന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കേണ്ടിയിരുന്നവരാണ് അവർ. പാവം, അവരൊക്കെയും രക്ഷപ്പെട്ടത്
മഹാഭാഗ്യം എന്ന് തന്നെ പറയാം. ഏതായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് കുഞ്ഞുമക്കൾ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസത്തിൻ്റെ വാർത്ത തന്നെയാണ്. പക്ഷേ ഏറെ ശ്രദ്ധിക്കേണ്ടത് 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം, അത് തകർച്ചയുടെ ലക്ഷണങ്ങൾ സ്വാഭാവികമായും കാണിച്ചിട്ടുണ്ടാകും. ചുവരുകൾക്ക് വിള്ളലുണ്ടാവുകയോ തൂണുകൾ ചെരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഓടിളകി വീഴുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ആ കെട്ടിടത്തിൽ ആണ് വീണ്ടും ഈ കുഞ്ഞുമക്കളെ കൊണ്ടിരുത്തി പഠിപ്പിക്കാനുള്ള ശ്രമം തുടർന്നത്. ആരും ശ്രദ്ധ കൊടുക്കാത്തതോ അല്ലെങ്കിൽ അധികൃതരെ അറിയിക്കാത്തതോ എന്തായാലും ഗുരുതരമായ തെറ്റാണ് അവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു ഭാഗ്യമുണ്ടായതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ എത്തിയില്ല ആ സമയത്തെന്നത് എടുത്തു പറയണം. ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഒരർത്ഥത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം പരിഹാരം എന്ന രീതിക്ക് മറ്റൊരു ഉദാഹരണമായി ഇത് മാറുന്നു അല്ലേ രേഷ്മ? ഭാഗത്തു നിന്നുണ്ടായ കൃത്യവിലോപം അതുമല്ലെങ്കിൽ വീഴ്ച എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം കാലങ്ങളായിട്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ ഒരു അങ്കണവാടി പ്രവർത്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം അനൗചിത്യമുണ്ടെന്ന് നമുക്കറിയാം. അത് മാത്രവുമല്ല, സമാനമായിട്ട് ഇതേ രീതിയിൽ പല പാളികളായിട്ട് മേൽക്കൂര തകർന്നു വീഴുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം നിലവിൽ ഒഴിവാക്കാമായിരുന്നു. അത് മാത്രവുമല്ല, ഇത്രയും അപകടാവസ്ഥയിൽ ചെന്ന ഒരു കെട്ടിടത്തിൽ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ അങ്കണവാടി കെട്ടിടം പ്രവർത്തിപ്പിക്കുവാനായിട്ടുണ്ടായ ഒരു സാഹചര്യം അതും പരിശോധിക്കേണ്ടതാണ്. പഞ്ചായത്ത് അധികൃതരുടെ ഒരു അലംഭാവം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നാണ് രക്ഷകർത്താക്കൾ അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപം. ചുമതലക്കാരായിട്ടുള്ളവർ കൃത്യമായിട്ട് പഞ്ചായത്തിനെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഓരോ തവണയും അപേക്ഷ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ രേഖാമൂലം അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആളപായം ഇല്ല എങ്കിൽ കൂടി ഈ അപകടാവസ്ഥയിൽ ആയിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഇത്രയധികം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഒരു കൃത്യവിലോപം തന്നെയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. എന്തായാലും നിലവിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ പ്രദേശത്ത് ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 9:30 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഓടി രക്ഷപ്പെട്ടു. ഒപ്പം തന്നെ കുട്ടികൾ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ആണ് ഈ ഒരു അപകടം ഉണ്ടായത്. നാളുകളായിട്ട് ഇത് ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്നും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഞ്ചായത്തിനെ അറിയിച്ചത്. പക്ഷെ പഞ്ചായത്ത് പറയുന്നത് ഈ സീലിംഗ് ഉള്ളത് കൊണ്ട് ഇതിന്റെ ഈ അപകടാവസ്ഥ കൂടുതലായിട്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ള ഒരു മറുപടിയാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ചുവരുകൾക്കേറ്റ വിള്ളലുകളും അതോടൊപ്പം തന്നെ ഈ ഓടുകളൊക്കെ തന്നെ ഇളകി മാറുന്ന ഒരു സാഹചര്യം, ചിതലരിച്ച അവസ്ഥ, ആ പട്ടികയൊക്കെ ചിതലരിച്ച ഒരു അവസ്ഥ ഇതും കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ അതിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്തുകൊണ്ട് പഞ്ചായത്തിന് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നിലവിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണം. ആളപായം ഇല്ല എങ്കിൽ കൂടി ഇത്തരമൊരു കൃത്യവിലോപം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വലിയൊരു അപകടത്തിലേക്ക് നയിക്കാവുന്ന ഒരു കൃത്യവിലോപം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. ശരി. കൊച്ചി തൃപ്പൂണിത്തുറയിൽ അങ്കണവാടി കെട്ടിടം തകർന്നു വീണു. കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിലംപൊത്തി. ഓടി രക്ഷപ്പെട്ടു. കുട്ടികൾ എത്തുന്നതിന് മുൻപെയാണ് സംഭവം. കണ്ടനാട് JBS LP സ്കൂളിൻ്റെ 100 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. ഇത് LP സ്കൂളാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെയാണ് കെട്ടിടത്തിന് എല്ലാ വർഷവും ഫിറ്റ്നസ് നടത്തണമെന്ന് നിർബന്ധമുള്ള ഇടത്താണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ഇത്രമേൽ ഗുരുതരമായൊരു കൃത്യവിലോപം ആരായാലും അവർക്കെതിരെ നടപടികൾ ഉണ്ടായേ തീരൂ എന്ന കാര്യം കൂടി പറയാതെ വയ്യ. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.